ഓക്കെ, നിങ്ങളുടെ ഫോണിൽ YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കുമ്പോൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഇതേപോലെ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു നോട്ടിഫിക്കേഷൻ ഒരുമാതിരിപ്പെട്ട എല്ലാ ക്രിയേറ്റേഴ്സിനും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഒരുമാതിരിപ്പെട്ട എല്ലാ ക്രിയേറ്റേഴ്സിനും ഡൗട്ടാണ്, ഇത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ, ഇത് എഗ്രി ചെയ്യണോ വേണ്ടയോ, ഇങ്ങനെയുള്ള സംശയങ്ങൾ ഒരുപാട് പേർക്കുണ്ട്. ഇപ്പോൾ പേഴ്സണലായിട്ട് എനിക്ക് കുറേയധികം മെസ്സേജുകളും വന്നായിരുന്നു. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ എൻ്റെ ഫോണിൽ വന്നിട്ട് എനിക്ക് തോന്നുന്നു 2 days ആയി. അപ്പോൾ ഞാൻ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കുറേ എൻക്വയറീസ് ഇങ്ങനെ വരുന്നതുകൊണ്ട് ഇത് എന്താണെന്നും ഇതെങ്ങനെയാണ് അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്നും ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞുതരാം. അതായത് യൂട്യൂബ് തന്നെ ഈ ഒരു സെറ്റിംഗ്സ് എനേബിൾ ചെയ്ത് കൊടുക്കണമെന്നാണ് പറയുന്നത്. എനേബിൾ ചെയ്ത് കൊടുത്തില്ലെങ്കിൽ പ്രശ്നം വരാൻ പോകുന്നത് 2027 ജാനുവരി 31 ശേഷം നിങ്ങളുടെ മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അതല്ല എന്നുണ്ടെങ്കിൽ അതിന് മുമ്പായിട്ട് മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള ചാനലുകൾ ഈ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ റിവ്യൂ ചെയ്ത് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതായത് ഇപ്പം ഓൾറെഡി യൂട്യൂബ് ഒരു പുതിയ അപ്ഡേറ്റ് കൊണ്ടുവന്നിരുന്നു. 4000 മണിക്കൂർ, 8000 മണിക്കൂറും 10 മില്യൺ വ്യൂസ്, 20 മില്യൺ വ്യൂസും ആക്കിയായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനും എൻഡ് സ്ക്രീനിലും അതേപോലെ തന്നെ കാർഡ്സിലും ഒക്കെ കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ആ ഒരു അപ്ഡേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ജസ്റ്റ് റിവ്യൂ ആൻഡ് അക്സെപ്റ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് ഇങ്ങനൊരു ഇന്റർഫേസ് വരും. 3 കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്: വാച്ച് പേജ് മോണിറ്റൈസേഷൻ, ഷോർട്സ് മോണിറ്റൈസേഷൻ, ഫാൻ ഫണ്ടിങ് മോണിറ്റൈസേഷൻ. 3 മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻ അല്ലെങ്കിൽ അതിന്റെ പോളിസീസിൽ വന്ന ചേഞ്ചുകൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് ജസ്റ്റ് കണ്ടിന്യൂലി ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂലി ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഓരോ ഓപ്ഷൻസ് വരും. വാച്ച് പേജ് ആഡ് മോണിറ്റൈസേഷൻ മൊഡ്യൂളാണ് ആദ്യം കാണിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് മാറ്റം വന്നിട്ടുള്ളത്, എന്താണ് ഫ്യൂച്ചർ മാറ്റം, അതായത് 2027 ഫെബ്രുവരിക്ക് ശേഷം എങ്ങനെയായിരിക്കും, എന്താണ് അതിന്റെ നമുക്ക് റവന്യൂ ഷെയർ എങ്ങനെയാണ്, അതിനെക്കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ജസ്റ്റ് അക്സെപ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അന്നേരം അടുത്ത മൊഡ്യൂള് ഓപ്പൺ ആയിട്ട് വരും. ഷോർട്ട് ഫീഡ് മോണിറ്റൈസേഷൻ. ഇവിടെയും സെയിം ഫുൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. സ്ക്രോൾ ഡൗൺ ചെയ്യുക, താഴെ ഈ ബോക്സ് അക്സെപ്റ്റ് ചെയ്യുക. അതിനുശേഷം അക്സെപ്റ്റ് ആൻഡ് കണ്ടിന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത സെക്ഷൻ, അടുത്ത മൊഡ്യൂൾ വരുന്നത് കൊമേഴ്സ് പ്രൊഡക്റ്റ് മൊഡ്യൂൾ. അതായത് പ്രൊഡക്റ്റ് മൊഡ്യൂൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിംഗുമായിട്ടൊക്കെ ബന്ധപ്പെട്ട സെയിൽ, അഫിലിയേറ്റുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മോണിറ്റൈസേഷൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതിൽ വന്ന മാറ്റങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ട ഫുൾ ഡീറ്റെയിൽസ് ഇവിടെയും കാണാം. അതിനുശേഷം ഈ ഒരു ബോക്സ് ചെക്ക് ചെയ്യുക, ദെൻ ഫിനിഷിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഇത് ഓപ്പൺ ആവുന്നത് നമ്മുടെ മോണിറ്റൈസേഷൻ സെഷനിലേക്ക് തന്നെ ആയിരിക്കും. മനസ്സിലായത്? നമുക്ക് ഇവിടെ എത്ര ഏണിങ്സ് ഉണ്ട് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റില്ല. മോണിറ്റൈസേഷൻ ഏൺ സെഷനിലേക്കായിരിക്കും ഇത് ഓപ്പൺ ആയിട്ട് വരിക. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ടേംസ് ആൻഡ് കണ്ടീഷനിൽ വന്ന മാറ്റങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇത് 31 ജാനുവരി 2027 മുമ്പായിട്ട് ഇത് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ അക്കൗണ്ടിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വരും. മോണിറ്റൈസ്ഡ് ആയിട്ടുള്ള യൂട്യൂബ് ചാനലുകളുടെ YT സ്റ്റുഡിയോയിലാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഇത് അക്സെപ്റ്റ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ ഫെബ്രുവരി 1 മുമ്പായിട്ട് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ എന്തായാലും എൻ്റെ 1-2 അക്കൗണ്ടിൽ ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ചില അക്കൗണ്ടുകളിൽ ഇത് വന്നിട്ടില്ല, ഈ നോട്ടിഫിക്കേഷൻ വന്നിട്ടുമില്ല. അപ്പം വരാത്തവർ വെയിറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയി കാണുമെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങളുടെ യൂട്യൂബ് സുഹൃത്തുക്കൾക്ക് വേണ്ടിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കില്ല. എല്ലാവരും വീഡിയോ കാണുന്നുണ്ട്, പക്ഷേ ലൈക്ക് വളരെ കുറവാണ്. ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് ചെയ്താൽ തീർച്ചയായിട്ടും എല്ലാ കമന്റുകൾക്കും റിപ്ലൈ തരുന്നതാണ്. ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.